ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ മൂന്നാമത്തെ ലെക്ചറാണ്. അതായത് ലാസ്റ്റ് 2 ലെക്ചേഴ്സിൽ നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യേറ്റീവ്സ്, ICT ബേസ്ഡ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സിനെ പറ്റിയായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ബേസിക് കൺസെപ്റ്റ്സും അതേപോലെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജീസുമാണ്. നമ്മുടെ ICTയുടെ സിലബസ് പറയുകയാണെങ്കിൽ ICTയുടെ സിലബസിൽ ബ്രീഫ്ലി കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് സിലബസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ നമ്മളോട് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇത്തരത്തിലുള്ള ടെർമിനോളജീസിനെ പറ്റിയും റിലേറ്റഡ് കൺസെപ്റ്റ്സിനെ പറ്റിയുമാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ആൻഡ് റിലേറ്റഡ് ടെർമിനോളജിയാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഒരുപാട് ടേംസ്, അതിൻ്റെ മീനിങ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, റിലേറ്റഡ് ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹോപ്പ് എവരി വൺ ഈസ് റെഡി, റൈറ്റ്? സ്റ്റാർട്ട് ചെയ്യാമല്ലോ? യെസ്. ഓക്കെ, ഫൈൻ. സോ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ, ബിക്കോസ് കമ്പ്യൂട്ടിംഗ് ടെർമിനോളജിയിലെ ബേസിക് കൺസെപ്റ്റ്സിലേക്ക് പോകുന്നു. സോഫ്റ്റ്വെയർ എന്താണ്? സോഫ്റ്റ്വെയർ, സോ ദി സോഫ്റ്റ്വെയർ മീൻസ് ദീസ് ആർ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് നീഡഡ് ടു മേക്ക് എ കമ്പ്യൂട്ടർ വർക്ക്. അതായത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോഗ്രാം. കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന, ഹാർഡ്വെയർ കോമ്പോണൻസിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, the software is also known as a program. Also, it is a set of computer files which are used to perform various actions on the computer. You have programs like word processing. ഇങ്ങനെയുള്ള ഓരോ ഫങ്ഷൻസും, കമ്പ്യൂട്ടറിൻ്റെ ഓരോ ഫങ്ഷൻസും പെർഫോം ചെയ്യിപ്പിക്കുന്ന സെറ്റ് ഓഫ് കോഡ്സിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം, പ്രോഗ്രാം എന്ന് പറയാം, ഇതെല്ലാം സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ ഇസ് എ ജനറിക് നെയിം ഫോർ ഓൾ പ്രോഗ്രാംസ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ MS വേർഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു പ്രോഗ്രാമാണ്. ലൈക്ക് വൈസ് നമുക്കിപ്പോൾ ഒരുപാട് ഇപ്പോൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം, ഇതെല്ലാം സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പ്രോഗ്രാംസിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ജനറിക് നെയിമാണ്. ഓക്കെ, കോമൺലി പറയുന്ന നെയിമാണ് സോഫ്റ്റ്വെയർ. സോ ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കോഡ് ഇൻ്റർപ്രറ്റഡ് ബൈ ഹാർഡ്വെയർ. ഹാർഡ്വെയറിന് വായിച്ചെടുക്കാവുന്ന രീതിയിലുള്ള കോഡ്സ് ആണ് സോഫ്റ്റ്വെയറിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. ആൻഡ് ദീസ് കോഡ്സ് ആർ ആക്ച്വലി നമുക്ക് പറയാം റിട്ടൺ ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ജാവ, C++, പേൾ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ കോഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളോട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ലെറ്റ് മി സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. നമ്മളോട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനുള്ള എക്സാമ്പിൾ, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനുള്ള എക്സാമ്പിൾ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാം. ദെൻ let me tell you, software can be of 2 types. 2 രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, രണ്ടാമതായിട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സോ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി കമ്പ്യൂട്ടർ ഇറ്റ് സെൽഫ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഡിവൈസസ്, ഫയൽ, സ്റ്റോറേജ് മാനേജ്മെൻറ്റ്, എറർ കറക്ഷൻ പോലുള്ള. യെസ് പ്ലീസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ സാറേ സിസ്റ്റം സോഫ്റ്റ്വെയർ? യാ, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ മേജർ കോമ്പോണൻറ്റ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ തിങ്, സിസ്റ്റത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്ന അതേ രീതിയിൽ നിലനിർത്തുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആ ഓരോ കോമ്പോണൻറ്റിനെ നമ്മൾ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, സോ യു ക്യാൻ സേ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ക്ലിയർ? ഓക്കെ, സോ ഇറ്റ്സ് കൺസേൺഡ് വിത്ത് കമ്പ്യൂട്ടർ ഇറ്റ് സെൽഫ്. നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇപ്പോഴത്തെ രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന എല്ലാ പ്രോഗ്രാംസും, ലൈക്ക് ഫയൽ സ്റ്റോറേജ്, ഡിവൈസസ്, ദെൻ മാനേജ്മെൻറ്റ്, എറർ കണക്ഷൻ പോലുള്ള എല്ലാ കാര്യങ്ങളും, ഡിവൈസസ് മാനേജ്മെൻറ്റ് പോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. So operating system is a driving program of the computer. കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ബേസിക് ലെവൽ ഡ്രൈവിംഗ് പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദാറ്റ് മീൻസ് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ബിറ്റ്വീൻ ഓൾ പ്രോഗ്രാംസ് ആൻഡ് ഹാർഡ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രോഗ്രാംസും ഹാർഡ്വെയർസും, അതായത് സോഫ്റ്റ്വെയറിനെയും ഹാർഡ്വെയറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന മേജർ കോമ്പോണൻറ്റ്, മേജർ പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. It controls timing sequence of events. അതായത് ഏത് ഇവൻ്റ് ആദ്യം കണ്ടക്ട് ചെയ്യണം,
ഏത് ഇവൻ്റാണ് ഫോളോ ചെയ്യേണ്ടത്, ആ സീക്വൻസും ടൈമിങ്ങും എല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡിസൈഡ് ചെയ്യുന്നത്. മീൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അറേഞ്ച് ചെയ്യിപ്പിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഈ രീതിയിൽ നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇറ്റ് മാനേജസ് ഡേറ്റ ടു എൻഷുർ സെക്യൂരിറ്റി ആൻഡ് integrity. For examples, you can say Windows operating system, Mac operating system, Unix, Linux പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതെല്ലാം ആക്ച്വലി സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ യു ഗോട്ട് വാട്ട് ഈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ, റൈറ്റ്? എന്താണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പിടികിട്ടിയല്ലോ. ഓക്കെ, ദെൻ സിസ്റ്റം സോഫ്റ്റ്വെയർ പറയുമ്പോൾ അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കൂടി മനസ്സിലാക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, കമ്പ്യൂട്ടറിനെ ഈ നിലയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെങ്കിൽ, ഇതിന് പുറത്തുള്ള കാര്യങ്ങൾ അഡീഷണലി നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ ഭാഗമാണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി വേൾഡ് ഔട്ട്സൈഡ് ദി കമ്പ്യൂട്ടർ. ബേസിക്കലി നമ്മൾ പറയുമ്പോൾ കമ്പ്യൂട്ടറിന്റെ ബേസിക് ഫംഗ്ഷൻ അല്ലാതെ അഡീഷണലി കമ്പ്യൂട്ടറിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നടത്തുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന്റെ സഹായത്തോടുകൂടിയാണ്. It gives the computer its general purpose nature. Because കമ്പ്യൂട്ടറിന്റെ ഡെഫിനിഷൻ തന്നെ അതാണ്. ഇറ്റ് ഈസ് എ ജനറൽ പേർപ്പസ് മെഷീൻ. മീൻസ് നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന, ഒരു പെർട്ടിക്കുലർ പർപ്പസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്ന ഒരു മെഷീനാണ് കമ്പ്യൂട്ടർ. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേർഡ് പ്രോസസ്സിംഗ് ആണെങ്കിൽ അതിനുവേണ്ടി സോഫ്റ്റ്വെയർസ് വേണം, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാനാണെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് സോഫ്റ്റ്വെയർസ് വേണം. ഇങ്ങനെ പല പർപ്പസിനും നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ ആ ജനറൽ പർപ്പസ് നേച്ചറിലേക്ക് കമ്പ്യൂട്ടറിനെ എത്തിക്കുന്നത് ആക്ച്വലി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. ബിക്കോസ് വേർഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർസ്, MS ഓഫീസ്, MS എക്സൽ പോലുള്ള സോഫ്റ്റ്വെയർസ്, ഇതെല്ലാം ആക്ച്വലി നമ്മളുടെ പർപ്പസ് ഡിഫറെൻ്റ് ആണ്. ഇത് ഓരോന്നും ചെയ്യുന്നത് ഓരോ പർപ്പസിന് വേണ്ടിയാണ്. ആ പർപ്പസിന് നമ്മൾ സഹായിക്കുന്നു. അതുവഴി കമ്പ്യൂട്ടറിന്റെ ജനറൽ പർപ്പസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നടപ്പിലാക്കുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, യൂസ്ഡ് ഫോർ ദി തിങ്സ് യു വാണ്ട് യുവർ കമ്പ്യൂട്ടർ ടു ഡു. നമ്മുടെ കമ്പ്യൂട്ടർ എന്താണ് ചെയ്യേണ്ടത് അതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന സോഫ്റ്റ്വെയർസ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ലൈക്ക് യു ക്യാൻ സേ ആർക്കിടെക്ചർ പാക്കേജ്, വേഡ് പാക്കേജ്, എക്സൽ, ഓഫീസ് പാക്കേജ്, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈവൻ നമുക്കിപ്പോൾ ഫോട്ടോഷോപ്പ് പാക്കേജസ് ഉണ്ട്. അങ്ങനെ ഓരോന്നും ഏതൊക്കെയാണോ ഏത് കാര്യത്തിന് ഏത് പർപ്പസിന് വേണ്ടിയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടി ആ ഒരു പർപ്പസ് നമ്മളെ സഹായിക്കുന്നത് ആക്ച്വലി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. സോ സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ജനറൽ പർപ്പസ്, ലൈക്ക് നമ്മളുടെ നീഡ് എന്താണോ, യൂസറിന്റെ നീഡ് എന്താണോ അതിനനുസരിച്ച് കമ്പ്യൂട്ടറിനെ എത്തിക്കുക, അത്തരം നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സോഫ്റ്റ്വെയർ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ദെൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേജിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ MCQസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒരു എക്സാമ്പിൾ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് ഡാഷ് സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പർപ്പസ് എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മളുടെ ഹാർഡ്വെയർസിനും അതുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർസിനെ സഹായിക്കുന്നു. സോ ഹാർഡ്വെയറിന്റെ വർക്കിങ്ങിനെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഇസ് ഇറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഓർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ദാറ്റ്സ് ഇറ്റ്. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മളിപ്പോൾ ഒരു, ലെറ്റ് മീ ഗിവ് യു വൺ എക്സാമ്പിൾ, ഒരു പ്രിന്റർ കണക്ട് ചെയ്യുന്നു. ആ പ്രിന്റർ എന്ന് പറയുന്ന ഹാർഡ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ പ്രിന്ററുമായി ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അത്തരം സോഫ്റ്റ്വെയർസ് ആക്ച്വലി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. മീൻസ് അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ. അത്തരത്തിൽ ആക്ച്വലി നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറിനെ ബേസിക്കലി വർക്ക് ചെയ്യിപ്പിക്കുക, കമ്പ്യൂട്ടറിന് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക. ആ പ്ലാറ്റ്ഫോം വഴി നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർസിനെയും അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെയും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുക. സോ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പർപ്പസ് ഈസ് ഡിഫൈൻഡ് ഹിയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, മനസ്സിലായോ? യെസ്, ഓക്കെ, ഫൈൻ. സോ ആൻസർ ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. വൺ മോർ ക്വസ്റ്റ്യൻ. MS Office, Photoshop, Animagic, etc. are examples of device driver, application software, system software, operating system. ഏത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് MS Office, Photoshop, Animagic പോലുള്ളവ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, ഗോട്ട് ഇറ്റ് റൈറ്റ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. Then what is device driver?
എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പറഞ്ഞു, എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് നമ്മൾ പറഞ്ഞു, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു. പക്ഷേ ഡിവൈസ് ഡ്രൈവർ എന്താണ്? ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസിനെ, ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിന്റർ എന്ന് പറയുന്ന ഡിവൈസിനെ വർക്ക് ചെയ്യിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ആഡ് ചെയ്യുന്ന ഏതൊരു ഡിവൈസ് ആയാലും, ലൈക്ക് ഒരു USB കണക്ട് ചെയ്യുന്നു. യെസ് പ്ലീസ്. അതെ അതെ അതെ, ഏത് അഡീഷണൽ ഡ്രൈവ് ആയാലും നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു അഡീഷണൽ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നുണ്ട്. ആ പ്രോഗ്രാമിനെയാണ് ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഡിവൈസിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഡിവൈസ് ഡ്രൈവർ. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റിൽ, ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അഡീഷണൽ ചെയ്യാൻ പറയുന്നു. ലൈക്ക് MS ഓഫീസ്, ഫോട്ടോഷോപ്പ്, ആനിമാജിക്, ഇതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. ദെൻ MS ഓഫീസ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്കറിയാം, മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ബണ്ടിലാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് MS വേർഡ്, MS എക്സൽ, MS പവർ പോയിന്റ്, MS ഔട്ട്ലുക്ക്, MS ആക്സസ്, MS OneNote പോലുള്ള ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ്. ഓഫീസ് പാക്കേജ് എന്ന് പറയും. ഓഫീസിന് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ഓഫീസ് പർപ്പസിന് യൂസ് ചെയ്യാവുന്ന ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസിൻ്റെ ഒരു കളക്ഷനാണ് ആക്ച്വലി MS ഓഫീസ്. ദെൻ ഇതുവരെ നമ്മൾ പറഞ്ഞത് ബേസിക് ക്ലാസിഫിക്കേഷനെ പറ്റി മാത്രമാണ്. ഇനിയും നമുക്ക് സോഫ്റ്റ്വെയർസുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിലേറ്റഡ് ടെർമിനോളജീസ് പറയാം, ലൈക്ക് public domain software. So what is public domain software? Let me tell you, public domain software is the software that is not protected by a copyright, so there is no particular owner or author has given up the ownership rights, leaving the software available to everyone. അതായത് പബ്ലിക് ഡൊമൈൻ ഇൻ ദി സെൻസ് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, അതാണ് ഉദ്ദേശിക്കുന്നത്. കോപ്പിറൈറ്റ് ഒന്നും നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. ആരാണോ ഈ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തത് ആ വ്യക്തി അതുമായി ബന്ധപ്പെട്ട ഒരു കോപ്പിറൈറ്റും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സോഫ്റ്റ്വെയർ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ പബ്ലിക്കിന് ഓപ്പൺ ആയിട്ട് കൊടുക്കുന്നു. ഇത്തരം സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ ഇസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ് ബൈ എ കോപ്പിറൈറ്റ്. ഒരു കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ ഇല്ല. സോ ദർ ഈസ് നോ പെർട്ടിക്കുലർ ഓണർ. ഒരു കൃത്യമായിട്ടുള്ള ഓണറെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം ദി ഓതർ ഹാസ് ഗിവൺ അപ്പ് ഹിസ് ഓണർഷിപ്പ് റൈറ്റ്സ്. അദ്ദേഹത്തിന്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട റൈറ്റ്സ്, അവകാശങ്ങൾ അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. കോപ്പിറൈറ്റ്, പേറ്റന്റ് റൈറ്റ്സ് പോലുള്ള റൈറ്റ്സ് ഒന്നും വേണ്ട എന്ന് വെച്ചിട്ട് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ പബ്ലിക്കലി ഓഫർ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ there are some classifications. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് അഡീഷണൽ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സോഫ്റ്റ്വെയർസുമായി ബന്ധപ്പെട്ട്. അതിൽ ആദ്യത്തെയാണ് പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ. രണ്ടാമതായിട്ട് യു ക്യാൻ സേ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ബിക്കോസ് ലാസ്റ്റ് ഡേ നമ്മൾ ഫോസിയെ പറ്റി പറഞ്ഞപ്പോൾ യു മൈറ്റ് ബി റിമെമ്പർ വാട്ട് ഈസ് ഫോസി, റൈറ്റ്? ഫോസിയെ പറ്റി പറഞ്ഞപ്പോൾ ഫോസി ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു. എന്തായിരുന്നു ഫോസി? Do you remember its full form? Free or liber open source software for education. Okay, very good. എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അതായത് ആ സോഫ്റ്റ്വെയറിന്റെ സോഴ്സ് കോഡ് വിൽ ബി അവൈലബിൾ. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ആ രീതിയിൽ സോഴ്സ് കോഡ് അവൈലബിൾ ആവുന്ന തരത്തിലുള്ള പ്രോഗ്രാംസിനെയാണ് നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഫോസിയും ഗവൺമെന്റ് ഇനിഷ്യേറ്റീവോടുകൂടി ക്രിയേറ്റ് ചെയ്ത ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതിനനുസരിച്ച് നമുക്ക് അതിന്റെ സോഴ്സ് കോഡിൽ മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാം. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. സോ അങ്ങനെ പറഞ്ഞു. എന്താണ് സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫോസി ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എന്തായിരിക്കണം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? സോ സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് അണ്ടർ എ ലൈസൻസ് that makes the source code, the program instructions, freely available to the end user. അതായത് ഈ സോഫ്റ്റ്വെയർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാകാം, ചിലപ്പോൾ ലൈസൻസോട് കൂടി കൊടുക്കുന്നതായിരിക്കാം. ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. ആ ലൈസൻസോട് കൂടിയോ അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയി കിട്ടിയോ ഈ സോഫ്റ്റ്വെയറിന്റെ സോഴ്സ് കോഡ് ഓപ്പൺ ആണെങ്കിൽ, അതായത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കാണാമെങ്കിൽ, നമുക്ക് എഡിറ്റ് ചെയ്യാമെങ്കിൽ, അത്തരം സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. Such a license often encourages the user to modify the source code as long as the modifications are freely available to other users as well. Open source software generally is available at no charge or free. Normally, ഈ പറയുന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് എല്ലാം ഫ്രീ ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ
പ്രോഗ്രാം ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. അതായത് ഇതിൻ്റെ സോഴ്സ് കോഡ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതുവഴി എങ്ങനെയാണോ നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു വേയിലേക്ക് ഈ പ്രോഗ്രാം ഈ ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് വേണ്ട രീതിയിലേക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. സോ ഇത്തരം സോഫ്റ്റ്വെയർസിന് നമുക്ക് 2-3 എക്സാമ്പിൾസ് പറയാൻ സാധിക്കും. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതേപോലെ നമുക്ക് പറയാം വേർഡ് പ്രസ്, ലിനക്സിൻ്റെ കേർണൽ, അല്ലെങ്കിൽ ഫ്രീ ഓഫീസ്, മോസില ഫയർഫോക്സ് ഉൾപ്പെടുന്ന മോസില, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഈ പറയുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ്. മോസില ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ചോദിച്ചിരുന്നു ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ പറയാൻ. മോസില ഇസ് എൻ എക്സാമ്പിൾ, ലിനക്സ് ഇസ് എൻ എക്സാമ്പിൾ, വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ ആണ്, അതും ഒരു ഫ്രീ സോഴ്സ് ഓർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതേപോലെ ഫ്രീ ഓഫീസ്, ഇതെല്ലാം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. സോ 2 കൺസെപ്റ്റുകൾ ക്ലിയർ ആയോ? ആദ്യം നമ്മൾ പറഞ്ഞത് പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ എന്നാണ്. അത് ഓപ്പൺ സോഴ്സ് ആകണമെന്നില്ല. പബ്ലിക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് അവൈലബിൾ ആകുന്ന സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ സോഴ്സ് കോഡ് ഓപ്പൺ ആയിരിക്കും, പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. ആ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എഡിറ്റ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന പ്രോഗ്രാമിനെ നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. ഇതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. 2 കൺസെപ്റ്റും ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആർ ആപ്ലിക്കേഷൻസ് ഇൻ വിച്ച് ഓൾ റൈറ്റ്സ് ആർ റീറ്റെയിൻഡ് ബൈ ദി ഡെവലപ്പർ ഓർ പബ്ലിഷർ. അവരവരുടെ അവകാശങ്ങൾ പൂർണ്ണമായിട്ട് റീറ്റെയിൻ ചെയ്ത് വയ്ക്കുന്നു. അതായത് സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. അതിനകത്ത് ഒരു ഇൻഫർമേഷനും എക്സ്റ്റേണൽ പാർട്ടീസിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. മീനിങ് ഡെവലപ്പർ ഡസ് നോട്ട് പ്രൊവൈഡ് ദി സോഴ്സ് കോഡ് ടു എനി വൺ ഔട്ട്സൈഡ് ദി കമ്പനി. കമ്പനിക്ക് പുറത്തേക്ക് ഒരാൾക്കും ഈ കമ്പനിയുടെ ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട സോഴ്സ് കോഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആയിരിക്കും. അത്തരം സോഫ്റ്റ്വെയർസ് ആണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. മീൻസ് ഓണർ ഇസ് ദെയർ, ആ ഓണർ കംപ്ലീറ്റ് ആയിട്ടുള്ള റൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അവർ ആ റൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കാശ് കൊടുത്ത് മേടിച്ചാൽ മാത്രമേ ഈ സോഫ്റ്റ്വെയർ തരൂ. മേടിക്കുമ്പോഴും അവിടെ നമ്മൾ ഈ പറയുന്ന സോഫ്റ്റ്വെയർ മേടിച്ചാലും നമുക്ക് അതിൻ്റെ സോഴ്സ് കോഡൊന്നും അവൈലബിൾ ആയിരിക്കില്ല. ഇത്തരം ആപ്ലിക്കേഷൻസ് ആണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. എക്സാമ്പിൾസ് പറയാവുന്നത് അവാസ്റ്റിൻ്റെ സോഫ്റ്റ്വെയർസ് എല്ലാം, വിൻഡോസിൻ്റെ സോഫ്റ്റ്വെയർസ് എല്ലാം, ദെൻ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർസ് എല്ലാം, ദെൻ അഡോബിൻ്റെ സ്യൂട്ട് പോലുള്ള ഫോട്ടോഷോപ്പ് പോലുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് ആണ്. ഇതിലെല്ലാം ഓണർഷിപ്പ് റീറ്റെയിൻ ചെയ്യുകയാണ്, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, ആൻഡ് സോഴ്സ് കോഡ് ഈസ് നോട്ട് അവൈലബിൾ ടു എനി വൺ. ഇതാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. സോ 3 ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ചാൽ മതി. പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ, എല്ലാവർക്കും ഫ്രീ ആയിട്ട് അവൈലബിൾ ആവുന്ന സോഫ്റ്റ്വെയർസ് ആണ് പബ്ലിക് ഡൊമൈൻ. പ്രൊപ്രൈറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഓണർഷിപ്പ് റീറ്റെയിൻ ചെയ്യുകയാണ്, അതോടൊപ്പം ക്ലോസ്ഡ് സോഴ്സ് ആണ്. അതായത് ഒരു ഡീറ്റെയിൽസും നമ്മളുടെ കോഡിങ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽസും എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓപ്പൺ സോഴ്സ് ആണെങ്കിൽ സോഴ്സ് കോഡ് ഈസ് ഫ്രീലി അവൈലബിൾ ടു ദി എൻഡ് യൂസർ. ഓക്കെ. ദെൻ 4മതായിട്ട് നമ്മൾ പറയുന്നത് ഷെയർവെയറിനെ പറ്റിയാണ്. സോ വാട്ട് ഈസ് ഷെയർവെയർ? Copyrighted software that is available free of charge on a trial basis, usually with a condition that users pay a fee for its continued use or support. അതായത് നമുക്ക് നോർമലി ചില ആൻറ്റിവൈറസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് 14 ദിവസത്തേക്കുള്ള ഫ്രീ സർവീസ് ഓഫർ ചെയ്യും. 14 ദിവസം, 20 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ആൻറ്റിവൈറസ് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനത്തെ ഓഫർ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അത്തരം സോഫ്റ്റ്വെയർസ് എല്ലാം ഷെയർവെയറിന് എക്സാമ്പിളാണ്. ഓക്കെ, അതായത് ഇനീഷ്യലി ഒരു ട്രയൽ പീരീഡ് നമുക്ക് ഓഫർ ചെയ്യും. ആ ട്രയൽ പീരീഡിൽ നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം. ട്രയൽ പീരീഡ് കഴിയുമ്പോൾ വി വിൽ ഹാവ് ടു പേ സംതിങ്. അവർ പറയുന്ന ഫീ അടയ്ക്കേണ്ടി വരും. അങ്ങനെ അടച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടുന്നത്. ഇത്തരം സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ഷെയർവെയർ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൊരു ഏരിയയാണ് ഷെയർവെയർ. ഓക്കെ, സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നൗ വാട്ട് ഈസ് ഫ്രീവെയർ? വാട്ട് ഈസ് ഫ്രീവെയർ? ഫ്രീവെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തൗട്ട് ചാർജ് at which and which may be redistributed without charge by its users. However, ownership is retained by the developer, who may charge future releases from freeware to paidware. അതായത് ഈ ചില സോഫ്റ്റ്വെയർസിൻ്റെ പഴയ എഡിഷൻസ് ഒക്കെ അവർ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യും, അല്ലെങ്കിൽ ചില സോഫ്റ്റ്വെയർസ് തന്നെ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യാറുണ്ട്. ലൈക്ക് മൊവാവി സ്യൂട്ട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആണ്. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ പവർ DVD സോഫ്റ്റ്വെയർസ്,
അതിൻ്റെ പഴയ വെർഷൻ പവർ ഡിവിയുടെ പഴയ വെർഷനാണ്. ഈ പഴയ വെർഷൻസൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് ഒരു പേയ്മെൻറ്റും നമ്മൾ നടത്തണ്ട. നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറി ചെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ അവരുടെ ഫ്യൂച്ചർ വെർഷൻസ് വരുമ്പോൾ ഇപ്പോൾ അവർ ഫ്രീ ആയിട്ടാണ് ഓഫർ ചെയ്യുന്നത്. പുതിയൊരു വെർഷൻ വരുമ്പോൾ ചിലപ്പോൾ അത് പെയ്ഡ് വെയർ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇനീഷ്യലി ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നു, ഫ്രീ ആയിട്ട് എൻഡ് യൂസറിന് യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ അപ്ഡേറ്റഡ് വെർഷൻസിൻ്റെ റൈറ്റ്സ് എല്ലാം റിസർവ്ഡ് ആണ്. ഓണർഷിപ്പ് വിട്ടുകൊടുത്തിട്ടില്ല. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുകയാണ്, ഓണർഷിപ്പ് വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ അതിനെ ഫ്രീ വെയർ എന്ന് പറയും. ഇതേ കൺസെപ്റ്റ് തന്നെ നിങ്ങൾ പബ്ലിക് ഡൊമൈനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. എന്തായിരുന്നു പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിച്ചത്? പബ്ലിക് ഡൊമൈൻ ഫ്രീ സോഫ്റ്റ്വെയർ മീൻ അതോടൊപ്പം നമ്മൾ ആഡ് ചെയ്ത് പറഞ്ഞു നോ ഓണർഷിപ്പ് റൈറ്റ്സ് ആർ റീറ്റെയിൻഡ്. ഓരോ ഓണർഷിപ്പ് റൈറ്റ്സും റീറ്റെയിൻ ചെയ്തിട്ടില്ല. ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ഓണർഷിപ്പ് റൈറ്റ്സ് റീറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് പബ്ലിക് ഡൊമൈൻ ആണ്. അതേസമയം ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, പക്ഷേ ഓണർഷിപ്പ് റൈറ്റ്സ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓണേഴ്സ് ഉണ്ട്, അവരവരുടെ കോപ്പിറൈറ്റ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സോഫ്റ്റ്വെയർസിനെ ഫ്രീ വെയർ എന്ന് പറയും. ബിക്കോസ് ഇപ്പോൾ അത് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്യൂച്ചറിൽ അത് ചിലപ്പോൾ ഒരു പെയ്ഡ് വേർഷനായിട്ട് മാറാം. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസാണ് ഫ്രീ വെയർ സോഫ്റ്റ്വെയർ. ഓക്കെ, സോ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞത് പബ്ലിക് ഡൊമൈൻ, ഓപ്പൺ സോഴ്സ്, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, ഷെയർ വെയർ ആൻഡ് ഫ്രീ വെയർ. ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയും. എനി ഡൗട്ട്സ്? പബ്ലിക് ഡൊമൈൻ എക്സാമ്പിൾ എന്തെങ്കിലും ഉണ്ടോ? പബ്ലിക് ഡൊമൈൻ എക്സാമ്പിൾ ഞാൻ നോക്കിയിട്ട് ഷെയർ ചെയ്യാം. ബിക്കോസ് നമ്മളങ്ങനെ പബ്ലിക് ഡൊമൈൻ എന്ന് പറയണമെങ്കിൽ 100% ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അങ്ങനെ കിട്ടുന്ന ചില സോഫ്റ്റ്വെയർസൊക്കെ ഇപ്പോൾ ലിനക്സ് ആണെങ്കിൽ തന്നെ, ലിനക്സ് ഒരു പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ ആണ്. അറ്റ് ദ സെയിം ടൈം അതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കൂടിയാണ്. ഓപ്പൺ സോഴ്സ് അല്ലാത്ത പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ ഞാനൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. എനിക്കറിയില്ല ഉണ്ടോ എന്ന്. ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഏതെങ്കിലുമൊക്കെ കാണുമായിരിക്കും. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതൊന്നും ആ ഒരു കാറ്റഗറിയിൽ വരുന്നില്ല. ഓക്കെ, വേറെ ഏതെങ്കിലും? Nothing. Shall I move on? Yes. Okay, fine. So let's see some questions. Previous questions ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. Software that you can download for free but how to pay to continue its use after a trial period is called. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, പക്ഷേ ട്രയൽ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ് കൊടുക്കണം. ഏതാണ് സോഫ്റ്റ്വെയർ? ഷെയർവെയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്തരം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഷെയർവെയറിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വയ്ക്കാൻ പോകുന്നത് ഫ്രീ വെയറിനെ പറ്റിയാകാം, ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത് പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയറിനെ പറ്റിയാകാം, ഓർ എൽസ് യു മേ ബി ആസ്ക്ഡ് അബൌട്ട് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അങ്ങനെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ കണക്ട് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും ICT പഠിക്കുമ്പോൾ നല്ലത് കേട്ടോ. സോ വൺ മോർ ക്വസ്റ്റ്യൻ. Which of the following is an example of proprietary system software? Proprietary system software an example ഏതാണ്? മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണ്. ഓക്കെ, ഇവിടെ ആക്ച്വലി ചില ആളുകൾ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിനെ വായിക്കൂ. അങ്ങനെ വായിക്കുമ്പോഴാണ് പ്രശ്നം. ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാ? പ്രൊപ്രൈറ്ററി സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നാണ്. അത് പൂർണ്ണമായിട്ട് വായിക്കണം. പ്രൊപ്രൈറ്ററി സിസ്റ്റം സോഫ്റ്റ്വെയർ മീൻസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ അതാണ് ആൻസർ. ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത്? ലിനക്സും ഉണ്ട്, അതേപോലെ മൈക്രോസോഫ്റ്റ് വിൻഡോസും ഉണ്ട്. ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, ഫ്രീലി അവൈലബിൾ ആണ്. അതൊരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അല്ല. വേറാസ് വിൻഡോസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ആയിട്ട് റൈറ്റ്സ് മൊത്തം റീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പ്രൈവറ്റ് സോഫ്റ്റ്വെയർ ആണ്. അതിനെയാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് മൈക്രോസോഫ്റ്റ് വിൻഡോസ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്താണ്? ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ എന്താണ്? മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആയാലും പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ പ്രൊപ്രൈറ്ററി സിസ്റ്റം സോഫ്റ്റ്വെയർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. പ്രൊപ്രൈറ്ററി സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള
മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണ്. ഓക്കെ, ലെറ്റ് മീ ഗിവ് യു വൺ മോർ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ഏരിയ. റിലേറ്റഡ് ആണ്. ദർ ആർ സം അഡീഷണൽ പോയിന്റ്സ് ടു കമ്പ്യൂട്ടർ ടേംസും അതിൻ്റെ ഡിസ്ക്രിപ്ഷനുമാണ് തന്നിരിക്കുന്നത്. നിങ്ങളതൊന്ന് മാച്ച് ചെയ്യണം. കമ്പ്യൂട്ടർ ടേംസ് തന്നിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, www വേൾഡ് വൈഡ് വെബ് ഈസ് ദെയർ, ദെൻ ഡിവൈസ് ഡ്രൈവർ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ദെൻ ഐ പി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്കറിയാവുന്ന എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഉണ്ട്, ഡിവൈസ് ഡ്രൈവറും ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിനൊന്ന് മാച്ച് ചെയ്യാൻ ശ്രമിച്ച് ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയണേ. ഓക്കെ, 2 ആണ് പറഞ്ഞിരിക്കുന്ന ഒരാൾ. വാട്ട് അബൌട്ട് അതേഴ്സ്? ഓക്കെ, എല്ലാവർക്കും 2 ആണ് കിട്ടുന്നത്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? നമ്മളുടെ മുമ്പിലുള്ള ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ സർവീസ് ദാറ്റ് റൺസ് ഓൺ ദി ഇന്റർനെറ്റ് അല്ല, ഡെഫിനറ്റ്ലി നോ. എ സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്സ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു കൺട്രോൾ എ പീസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ അല്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. ദെൻ സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് പെരിഫറൽസ് ആൻഡ് പ്രോസസർ ടൈം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ടൈം പ്രോസസ്സിങ്ങും അതേപോലെ പെരിഫറൽസ് കൺട്രോൾ, മീൻസ് പെരിഫറൽ എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡ്രൈവ്സിന്റെ കൺട്രോളും എല്ലാം ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഇതാണ്, സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് പെരിഫറൽസ് ആൻഡ് പ്രോസസർ ടൈം. ദെൻ പിന്നെ നമ്മൾ നോക്കിയത് ഡിവൈസ് ഡ്രൈവർ ആണ്. ഡിവൈസ് ഡ്രൈവർ എന്തായിരുന്നു? ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതായത് ഏതെങ്കിലും ഒരു ഹാർഡ്വെയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡീഷണൽ പീസ് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രിന്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ പീസ് വേണം, ഒരു ചെറിയ സോഫ്റ്റ്വെയർ. അത് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളുടെ പ്രിന്ററിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. സോ ഇത്തരം സോഫ്റ്റ്വെയർസിനെ, അതായത് സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്സ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു കൺട്രോൾ എ പീസ്, ഒരു ചെറിയ പീസിനെ ലൈക്ക് ചെറിയൊരു ഹാർഡ്വെയർ കോമ്പോണൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് രണ്ടും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഉത്തരം കിട്ടൂലേ? കിട്ടുമോ? A3 ആൻഡ് C2. ഓപ്ഷൻ 4ലും അത് തന്നെ വന്നിരിക്കുന്നത്. ദെൻ www വേൾഡ് വൈഡ് വെബ് എന്താണ്? വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഈസ് ഇറ്റ് എ സർവീസ് റൺസ് ഓൺ ദി ഇന്റർനെറ്റ് ഓർ ഈസ് ഇറ്റ് എ ഡിവൈസ് ഓർ നെറ്റ്വർക്ക് അഡ്രസ്? നെറ്റ്വർക്ക് അഡ്രസ് നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ് IP അഡ്രസ്, റൈറ്റ്? IP അഡ്രസ് എന്ന് പറയാറുണ്ട്, ഇന്റർനെറ്റ് പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട അഡ്രസ്. സോ വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി സർവീസ് ദാറ്റ് റൺസ് ഓൺ ദി ഇന്റർനെറ്റ്. സോ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്തേക്കുക. ലെറ്റ് മീ എക്സ്പ്ലെയിൻ വൺ ബൈ വൺ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന്. അവിടെ ഓർക്കാനുള്ള ചില കാര്യങ്ങൾ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ യൂസർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് കൺട്രോൾസ് ദി എക്സിക്യൂഷൻ ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് പ്രോഗ്രാം. അതായത് നമുക്ക് വേണ്ട രീതിയിൽ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നു, അതോടൊപ്പം കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർസിനെ കൺട്രോൾ ചെയ്യുന്നു, പ്രോഗ്രാംസ് എക്സിക്യൂഷൻസ് എല്ലാം മാനേജ് ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് പെർഫോംസ് all the basic tasks like file management, memory management, process management, handling input and output, controlling peripheral devices such as disk drives and printers. നമ്മുടെ കമ്പ്യൂട്ടറിലെ എല്ലാ കാര്യങ്ങളും ബേസിക് ഫങ്ഷൻസ് കമ്പ്യൂട്ടറിനെ ഈ നിലയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ലൈക്ക് ഫയൽ മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, പ്രോസസർ മാനേജ്മെന്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഹാൻഡ്ലിംഗ്, ദെൻ കൺട്രോളിംഗ് പെരിഫറൽ ഡിവൈസസ്, ഇതെല്ലാം ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സപ്പോർട്ട് കൂടിയാണ്. സോ എക്സാമ്പിൾസ് പറയാവുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, Windows operating system, VMS operating system. Then there are some other examples too, just on orca, OS 400, AIX, ZOS, etc. ഇങ്ങനെ ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മളോട് ചോദ്യങ്ങൾ ചിലപ്പോൾ വരാം.
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ എക്സാമ്പിൾസ് വന്നിരിക്കുന്നത് കേട്ടോ. സോ ലെറ്റ്സ് മൂവ് ഓൺ. വേൾഡ് വൈഡ് വെബ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞു. രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വന്നിരുന്നത് വേൾഡ് വൈഡ് വെബാണ്. സോ വേൾഡ് വൈഡ് വെബ് ബൈ നെയിം ദി വെബ്, ദി ലീഡിംഗ് ഇൻഫർമേഷൻ റിട്രീവൽ സർവീസ് ഓഫ് ഇൻ്റർനെറ്റ്. ദി വേൾഡ് വൈഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയാം. അതായത് ലോകത്തുള്ള എല്ലാ നെറ്റ്വർക്ക്സിനെയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വെബാണ്. മീൻസ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് സർവീസാണ് വേൾഡ് വൈഡ് വെബ്. So the web gives user access to a vast array of documents that are connected to each other by the means of hypertext or hypermedia links. Hypertext എന്താണ് നമുക്ക് പറയാം പിന്നീട്. അത് നമ്മൾ HTTP പറ്റി പറയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഹൈപ്പർ ടെക്സ്റ്റ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ടെക്സ്റ്റും വീഡിയോയും മിക്സ്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഹൈപ്പർ ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ്, വീഡിയോ, ഓഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മിക്സ് ആയിട്ട് വരുവാണെങ്കിൽ അത് ഹൈപ്പർ ടെക്സ്റ്റ് ആണ്. സോ ഹൈപ്പർ മീഡിയ എന്ന് പറയും. ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിഫറെൻറ്റ് വെബ് പേജസുകളെ, നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിലെ ഓരോ വെബ് പേജ് എടുക്കുമ്പോഴും നമുക്ക് ഈ പറയുന്ന ഓരോ ഹൈപ്പർ ടെക്സ്റ്റ് കാണുന്നുണ്ട്. അത് റൈറ്റ് ചെയ്യുന്നത് HTTP ഉപയോഗിച്ചുകൊണ്ടാണ്. അതെല്ലാം നമ്മൾ പിന്നീട് പറയും. സോ ഇത്തരം ഹൈപ്പർ ടെക്സ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു, നമുക്ക് അതുവഴി വേണ്ട ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി, അതിനെയാണ് നമ്മൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. സോ ദി വെബ് ഓപ്പറേറ്റ്സ് വിത്തിൻ ദി ഇൻ്റർനെറ്റ് ബേസിക് സെർവർ ക്ലയൻറ്റ് ഫോർമാറ്റ്. Surveys are computer programs that store or transmit documents to another computers on the network when asked to. സർവീസിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ്. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സർവ് ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് സർവ് ചെയ്യുകയാണ് പ്രധാനമായിട്ടും സെർവർ ചെയ്യുന്നത്. സോ നമ്മളുടെ ആവശ്യത്തിനുള്ള ഡോക്യുമെൻറ്റ് ഇത്തരത്തിലുള്ള വെബ് പേജുകളിൽ അവൈലബിൾ ആണെങ്കിൽ അത് നമ്മുടെ മുമ്പിൽ എത്തിക്കുക. ഇതാണ് സെർവർ ചെയ്യുക. സോ സെർവറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് വേൾഡ് വൈഡ് വെബ്. ഓക്കെ, സോ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ് എന്ന് പറയാം. അതായത് ഇറ്റ്സ് ഇൻ്റർനെറ്റ് സപ്പോർട്ടോട് കൂടിയുള്ള വലിയൊരു ഇൻഫർമേഷൻ റിട്രീവൽ സർവീസാണ് വേൾഡ് വൈഡ് വെബ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആരായിരുന്നു ഇതിൻ്റെ ക്രിയേറ്റർ? വേൾഡ് വൈഡ് വെബ്, എനി ഐഡിയ? അതിനെപ്പറ്റി പലരും പറയാറുള്ളതാണ്. വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം അതിനകത്തൊരു കോപ്പിറൈറ്റ് പോലും ചെയ്തില്ല, ലോകത്തിന് മൊത്തം അവൈലബിൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക ചെയ്തത്. ആരായിരുന്നു അത്? എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഹി വാസ് ടിം ബെർണേഴ്സ്-ലീ. ടിം ബെർണേഴ്സ്-ലീ ആണ് ഇത് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ഒരു കോപ്പിറൈറ്റ് എടുക്കാതെ ഇതിൽ എല്ലാവർക്കും അവൈലബിൾ ആകാൻ വേണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ദെൻ ഡിവൈസ് ഡ്രൈവർ, ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, മോർ കോമൺലി നോൺ ആസ് ഡ്രൈവർ എന്നാണ് നമ്മൾ പറയുക. ഇതൊരു ഹാർഡ്വെയർ ഡിവൈസിനെ നമ്മളുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. So here you can see it's a group of files that enable one or more hardware devices to communicate with the computer's operating system. ഹാർഡ്വെയറിനെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഹാർഡ്വെയർ ഡ്രൈവർ എന്ന് പറയുന്നത്. സോ വിത്തൗട്ട് ഡ്രൈവർ കമ്പ്യൂട്ടർ വുഡ് നോട്ട് ബി ഏബിൾ ടു സെൻഡ് ആൻഡ് റിസീവ് ഡേറ്റ ഡയറക്ട്ലി ടു ദി ഹാർഡ്വെയർ ഡിവൈസസ്. ബിക്കോസ് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി, നമ്മളുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ആയിരിക്കണം എന്നില്ല നമ്മൾ കൊണ്ടുപോയി പിൻ ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക്. ഇപ്പോൾ USB ഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ലൈക്ക് നമ്മളൊരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുന്നു. ഈ പെൻ ഡ്രൈവിൽ ഇത് വന്നിരിക്കുന്ന പെൻ ഡ്രൈവ് ആണെന്ന്, ഇത് എങ്ങനെ റീഡ് ചെയ്യണമെന്ന് കമ്പ്യൂട്ടറിന് വ്യക്തമായിട്ട്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ പറയുന്ന ഫെസിലിറ്റി, ഈ പറയുന്ന USB ഡ്രൈവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കോഡ് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടും കണക്ട് ചെയ്യുമ്പോൾ തന്നെ. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താണ് ഈ ഡിവൈസ് എന്നും അതെങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടതും കൃത്യമായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലാവും. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ഈ ഹാർഡ്വെയർ കോമ്പോണൻറ്റ് എങ്ങനെ വായിച്ചെടുക്കണം, ഹാർഡ്വെയർ കോമ്പോണൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ആക്ച്വലി പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോഡാണ് ഡിവൈസ് ഡ്രൈവർ. ഓക്കെ, സോ യു ഗോട്ട് ഇറ്റ് റൈറ്റ്. ഡിവൈസ് ഡ്രൈവറിനെ പറ്റി നമ്മൾ പറഞ്ഞു. അവസാനമായിട്ട് IP.
IP പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റീസിനെ പറ്റി പറയുമ്പോൾ പറയും, ഇവൻ ദോ ഈച്ച് ഡിവൈസ് ദാറ്റ് കണക്ട്സ് ടു ദി ഇന്റർനെറ്റ് നീഡ്സ് എ യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ to which with which to communicate it is called IP address. IP stands for Internet Protocol. അതായത് നമ്മൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിനും അതിൻ്റെതായ ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ട്. ആ UID ആണ് നമ്മൾ IP എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ IP അഡ്രസ്, ഈ IP സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇന്റർനെറ്റ് പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട അഡ്രസ് ആണ് ഓരോ കമ്പ്യൂട്ടേഴ്സിനും ഉള്ളത്. IP അഡ്രസ് is are made up of binary values and drive the routing of all data over the internet. ബിക്കോസ് നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് ഒരു മെസ്സേജ് നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് അയക്കുകയാണെങ്കിൽ ആ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് വെച്ചുകൊണ്ടാണ് കൃത്യമായിട്ട് ആ ഡേറ്റ ആ കമ്പ്യൂട്ടറിൽ എത്തുന്നത്. ഓക്കെ, അത്തരം IP കണക്ടിവിറ്റി നമ്മൾ സഹായിക്കുന്നത് IP അഡ്രസ്സിൻ്റെ ആ ഒരു അഡ്രസ്സാണ്, യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കണക്ടിവിറ്റി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. വെൻ കണക്റ്റഡ് ടു ദി ഇന്റർനെറ്റ് ദി IP അഡ്രസ് അലൗസ് ദി കമ്പ്യൂട്ടർ ടു സെൻഡ് ആൻഡ് റിസീവ് ഇൻഫർമേഷൻ. ഈ IP അഡ്രസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻഫർമേഷൻ നമുക്ക് സെൻഡ് ചെയ്യാനും നമുക്ക് റിസീവ് ചെയ്യാനും സാധിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് വാസ് IP. ഇതുവരെ നമ്മൾ പറഞ്ഞത് സോഫ്റ്റ്വെയർസുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റ്സ് ആണ്. ആൻഡ് ഐ ഹോപ്പ് ഇതെല്ലാം ക്ലിയർ ആയോ എല്ലാവർക്കും? ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയൂ. ഏതെങ്കിലും കൺസെപ്റ്റ് ക്ലിയർ ആവാതെ ഉണ്ടെങ്കിൽ പറയൂ. ക്ലിയർ ആയി? ശരി. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില സൈബർ ക്രൈംസ് അല്ലെങ്കിൽ ചില മാൽവെയർ അങ്ങനെയുള്ള ബേസിക് കൺസെപ്റ്റ്സിനെ പറ്റിയാണ്. സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചില മലീഷ്യസ് സോഫ്റ്റ്വെയർസ്, മലീഷ്യസ് ആക്ടിവിറ്റീസ്, അതിനെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫിഷിംഗ്. പോപ്പുലറായിട്ട് ഇപ്പോൾ കേട്ടു തുടങ്ങിയ റീസെൻ്റ്ലി എമർജ് ചെയ്ത ഒരു ടേമാണ് ഫിഷിംഗ്. സോ എന്താണ് ഫിഷിംഗ്? ഫിഷിംഗ് ഈസ് എ സൈബർ ക്രൈം. ബിക്കോസ് നമ്മൾ നോർമലി നമുക്ക് പലപ്പോഴും നേരിടേണ്ടി വരാറുള്ള ഒരു സൈബർ ക്രൈമാണ് ഫിഷിംഗ്. അതായത് ഇവിടെ സംഭവിക്കുന്നത് ടാർഗറ്റ് ഓർ ടാർഗറ്റ്സ് ആർ കോൺടാക്റ്റഡ് ബൈ ഇമെയിൽ, ടെലിഫോൺ ഓർ ടെക്സ്റ്റ് മെസ്സേജ് ബൈ സംവൺ posing as a legitimate institution to lure individuals into providing sensitive data such as personally identifiable information, banking or credit card details and passwords. അതായത് നമ്മളോട് ചിലപ്പോൾ ചില ആളുകൾ വിളിച്ചിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് എക്സ്പയർ ആയി, അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് തരുവാണെങ്കിൽ അത് നിങ്ങളിൽ നിന്നും ആ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കോളുകൾ വരാറുണ്ട്. ഇത്തരത്തിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചീറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ചോർത്തിയെടുക്കാനുള്ള പ്രാക്ടീസിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സംഭവിക്കാറുണ്ടല്ലോ. ഇമെയിലുകൾ വരാറില്ലേ, ടെലിഫോൺ കോൾസ് വരാറുണ്ട്, ടെക്സ്റ്റ് മെസ്സേജുകൾ വരാറുണ്ട്, നിങ്ങൾക്ക് എത്രയോ രൂപ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ടെക്സ്റ്റ് മെസ്സേജുകൾ വരാറില്ല. ഇതൊക്കെ ഫിഷിങ്ങിൻ്റെ ഭാഗമാണ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ആണോ? ഓക്കെ, ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട് ഫിഷിങ്ങിനെ പറ്റി. ഡയറക്റ്റ്ലി അല്ല, ഇൻഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട്. അതായത് ഇത്തരത്തിലൊരു ആക്ട് അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിഷിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻസ് ഫിഷിങ്ങിനെ പറ്റി തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ദെൻ മാൽവെയർ. മാൽവെയർ മീൻസ് ഇസ് എ കളക്റ്റീവ് നെയിം ഫോർ എ നമ്പർ ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ വേരിയൻസ്. അതായത് നമ്മൾ മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വേരിയൻസിനെ കോമൺലി വിളിക്കുന്ന പേരാണ് മാൽവെയർ. സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ജനറിക് നെയിം പറഞ്ഞതുപോലെ മലീഷ്യസ് സോഫ്റ്റ്വെയർസിന് യൂസ് ചെയ്യുന്ന നെയിമാണ് മാൽവെയർ. ഇറ്റ് ഇൻക്ലൂഡ്സ് വൈറസസ്, റാൻസംവെയർ, സ്പൈവെയർ. പലതരത്തിലുള്ള വൈറസ്, റാൻസംവെയർ ആവട്ടെ, സ്പൈവെയർ ആവട്ടെ, ഇതിനെല്ലാം നമ്മൾ മാൽവെയർ എന്നാണ് പറയുന്നത്. സോ ഷോർട്ട് ഹാൻഡ് ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ, malware typically consists of a code developed by cyber attackers designed to cause extensive damage to data and systems or to gain unauthorized access to the network. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിനെ അറ്റാക്ക് ചെയ്യുക, നമ്മളുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ ചോർത്തിയെടുക്കുക, അതുമല്ലെങ്കിൽ നമ്മളുടെ നെറ്റ്വർക്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് കയറുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി സൈബർ അറ്റാക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന മലീഷ്യസ് ആയിട്ടുള്ള, അതായത് മലീഷ്യസ് ഇൻ ദി സെൻസ് തെറ്റായിട്ടുള്ള പർപ്പസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർസിനെയാണ് മാൽവെയർ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി നമുക്കൊരു വൈറസ് ആകാം, റാൻസംവെയർ ആകാം, സ്പൈവെയർ ആകാം. ഇതെല്ലാം മാൽവെയർസിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്ന് ഓർക്കുക, മാൽവെയർ. ദെൻ വാട്ട് ഈസ് എ വൈറസ്? ലെറ്റ് മീ ടെൽ യു, കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് ഒരു മാൽവെയർ ആണ് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു അനദർ പ്രോഗ്രാം.
അതായത് വൈറസിനെ പറ്റി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഡോക്യുമെൻറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് മാത്രമേ വൈറസിന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരാൻ സാധിക്കൂ. ഓക്കെ, ലെറ്റ് മീ റിപ്പീറ്റ്. മറ്റൊരു ഡോക്യുമെൻറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത വേയിൽ മാത്രമേ വൈറസുകൾക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിൽ കയറാൻ സാധിക്കൂ. അതായത് നമ്മൾ വേറൊരു ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം മാത്രമേ വൈറസിന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരാൻ പറ്റൂ. ഓക്കെ, എ വൈറസ് ഈസ് എ മാൽവെയർ അറ്റാച്ച്ഡ് ടു അനദർ പ്രോഗ്രാം. മറ്റൊരു പ്രോഗ്രാം ഒരു ഡോക്യുമെന്റിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും വരിക. വിച്ച് ക്യാൻ റിപ്ലിക്കേറ്റ് ഓർ സ്പ്രെഡ് ആഫ്റ്റർ ആൻ ഇനീഷ്യൽ എക്സിക്യൂഷൻ ഓൺ ദി ടാർഗറ്റ് സിസ്റ്റം വെൻ ഹ്യൂമൻ ഇന്ററാക്ഷൻ ഈസ് റിക്വയർഡ്. ഓക്കെ, ലൈക്ക് നമ്മൾ ചിലപ്പോൾ ചില വെബ്സൈറ്റുകളിലൊക്കെ കയറുമ്പോൾ ഉടനെ തന്നെ റൺ ഓപ്ഷനൊക്കെ വരും. ലൈക്ക് നമ്മൾ റൺ ചെയ്യണം, അല്ലെങ്കിൽ ക്ലോസ് ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് ഹ്യൂമൻ ഇന്ററാക്ഷൻ നമ്മളൊരു ക്ലിക്ക് കൊടുത്താൽ മാത്രമേ ഈ വൈറസ് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് റിപ്ലിക്കേറ്റ് ചെയ്യും. മീൻസ് അതിനെ തന്നെ എക്സ്ട്രാ ആയി റിപ്ലിക്കേഷൻ സംഭവിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അറ്റാക്ക് ചെയ്യും. രണ്ട് ഫീച്ചേഴ്സ് ഓർക്കണം വൈറസുമായി ബന്ധപ്പെട്ട്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് മറ്റൊരു ഡോക്യുമെന്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് മാത്രമേ വൈറസിന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരാൻ സാധിക്കൂ. രണ്ടാമതായിട്ട് ഈ ഡോക്യുമെന്റ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരണമെങ്കിൽ നമ്മളായിട്ടൊരു എക്സിക്യൂട്ട് ബട്ടണിൽ പ്രസ് ചെയ്യണം, റൺ ഓപ്ഷൻ പ്രസ് ചെയ്യണം, സ്റ്റാർട്ട് പ്രസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മളായിട്ട് ചെയ്യണം. സോ ഹ്യൂമൻ ഇന്ററാക്ഷനോട് കൂടി മാത്രമേ ഇതിന് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് കയറാനും റിപ്ലിക്കേറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ മെനി വൈറസ് ആർ ഹാർംഫുൾ ആൻഡ് ക്യാൻ ഡിസ്ട്രോയ് ഡേറ്റ, സ്ലോ ഡൗൺ സിസ്റ്റം റിസോഴ്സസ് ഓർ ഈവൻ ലോ കീ സ്ട്രോക്സ്. നമുക്ക് പല രീതിയിൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ അറ്റാക്ക് ചെയ്യാം. ലൈക്ക് നമ്മുടെ ഡേറ്റ നശിപ്പിക്കുന്നതാകാം, അല്ലെങ്കിൽ കീ സ്ട്രോക്സ് ഡാമേജ് ചെയ്യുന്നതാകാം, സിസ്റ്റം റിസോഴ്സുകൾ സ്ലോ ഡൗൺ ചെയ്യുന്നതാകാം. ഇതെല്ലാം കമ്പ്യൂട്ടർ വൈറസ് കയറിയാൽ സംഭവിക്കാവുന്നതാണ്. ഓക്കെ, so that is virus. Let me tell you, there is another thing which is called computer worm. Computer virus നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ആ കമ്പ്യൂട്ടർ വൈറസും കമ്പ്യൂട്ടർ വോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ I will say worms are more dangerous because a computer worm is a standalone malware. അതായത് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ മറ്റൊരു പ്രോഗ്രാമുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരണമെന്നില്ല, ഇവർ ഒറ്റയ്ക്ക് വരും. അതായത് സ്റ്റാൻഡ് അലോൺ ആണ്, ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. So this is a standalone malware computer program that replicates itself in order to spread to another computers. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഈ പറയുന്ന കമ്പ്യൂട്ടർ വോം കയറി കഴിഞ്ഞാൽ പുള്ളി തന്നെ സ്പ്രെഡ് ചെയ്തോളും. വൈറസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ മറ്റൊരു പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കയറൂ. ദെൻ നമ്മളായിട്ടൊരു എക്സിക്യൂഷൻ കൊടുത്താൽ മാത്രമേ അത് നമ്മുടെ കമ്പ്യൂട്ടറിനെ അറ്റാക്ക് ചെയ്യൂ. ഇത് രണ്ടുമുണ്ട്. അതേസമയം വോം ആണെങ്കിൽ ഇവിടെ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് തനിയെ കയറിപ്പോരും. സ്റ്റാൻഡ് അലോൺ ആണ്, ഒറ്റയ്ക്ക് കയറി വരും. അതേപോലെ തന്നെ ഇറ്റ് ക്യാൻ ഓട്ടോമാറ്റിക്കലി റിപ്ലിക്കേറ്റ്. അതിന് വേറൊരു സഹായവും വേണ്ട, തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യും, ഇറ്റ് സെൽഫ് റിപ്ലിക്കേറ്റ് ചെയ്യും. ലൈക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിനകത്ത് നിന്നും കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു കമ്പ്യൂട്ടറിലൊരു ഫയർ വാൾ ഇല്ല, സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നെറ്റ്വർക്ക് ഉപയോഗിച്ച് അത് കയറി പൊക്കോളും. അവിടെ ഒരു എക്സിക്യൂഷനോ ഡൗൺലോഡ് ചെയ്യലോ ഒന്നും വേണ്ട, തന്നെ കയറും. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് അങ്ങനെയുള്ള മാൽവെയറിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ വോം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഓഫൺ യൂസസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടു സ്പ്രെഡ് ഇറ്റ് സെൽഫ്. ഞാൻ പറഞ്ഞതുപോലെ നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റ് കമ്പ്യൂട്ടേഴ്സിലായിരിക്കും നോർമലി സ്പ്രെഡ് ചെയ്ത് കയറുന്നത്. റിലൈയിങ് ഓൺ സെക്യൂരിറ്റി ഫെയിലിയേഴ്സ് ഓൺ ദി ടാർഗറ്റ് കമ്പ്യൂട്ടർ ടു ആക്സസ് ഇറ്റ്. ഇവിടെ നമ്മളായിട്ട് ഡൗൺലോഡ് ഒന്നും ചെയ്യേണ്ട, നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിലേക്ക് കയറിപ്പോക്കോളും. ഓക്കെ, ഇത്തരത്തിലാണ് വോം അറ്റാക്ക് നടക്കുന്നത്. It will use the machine as the host to scan and infect other computers. So ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അതിനെ ഹോസ്റ്റ് ആക്കി വെച്ചുകൊണ്ട് മറ്റ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനെയും ഡാമേജ് ചെയ്യും. അതാണ് കമ്പ്യൂട്ടർ വോം. സോ കമ്പ്യൂട്ടർ വോമും കമ്പ്യൂട്ടർ വൈറസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് കിട്ടിയോ? ഓക്കെ, കമ്പ്യൂട്ടർ വോമും കമ്പ്യൂട്ടർ വൈറസും. പക്ഷെ നമ്മൾ നോർമലി പറയുന്ന ഒരു വൈറസ് ഉണ്ട്, ട്രോജൻ ഹോഴ്സ്. ആക്ച്വലി ഇതൊരു വൈറസിന്റെ ഒരു വേരിയന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ട്രോജൻ ഹോഴ്സിന് ചില സ്പെഷ്യാലിറ്റീസ് കൂടിയുണ്ട്. എ ട്രോജൻ ഹോഴ്സ് ഓർ ട്രോജൻ ഈസ് എ ടൈപ്പ് ഓഫ് മാൽവെയർ ദാറ്റ് ഈസ് ഓഫൺ ഡിസ്ഗൈസ്ഡ് ആസ് എ ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ. നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരു യഥാർത്ഥ സോഫ്റ്റ്വെയർ ആണെന്ന് തോന്നും, പക്ഷേ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു വൈറസ് ആയിരിക്കും, ഒരു മാൽവെയർ ആയിരിക്കും. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. വൈറസും ട്രോജൻ ഹോഴ്സും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. വൈറസ് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒപ്പം കയറിയാണ് വരിക. എന്നാൽ ട്രോജൻ ഹോഴ്സ് മറ്റൊരു പ്രോഗ്രാമാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ലൈക്ക് നമ്മളിപ്പോൾ ഒരു മൂവിയാണെന്ന് വിചാരിച്ച് ഡൗൺലോഡ് ചെയ്യുന്നു, മൂവിയല്ല ട്രോജനാണ്, അങ്ങനെയായിരിക്കും ട്രോജൻ ഹോഴ്സ് വരുന്നത്. എന്നാൽ വൈറസ് ആണെങ്കിൽ ആ മൂവിയുടെ ഒപ്പം കയറിയേ വരുള്ളൂ,
ട്രോജൻ ഹോഴ്സ് ഒറ്റയ്ക്ക് നിന്നിട്ട് മറ്റൊന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കും നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. അതാണ് ട്രോജൻ ഹോഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി. എ ട്രോജൻ ഹോഴ്സ് ഓർ ട്രോജൻ ഇസ് എ ടൈപ്പ് ഓഫ് മാൽവെയർ ദാറ്റ് ഈസ് ഓഫൺ ഡിസ്ഗൈസ്ഡ് ആസ് എ ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ. ഒരു ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ ആണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കും ആ ഒരു രൂപത്തിലായിരിക്കും കാണുന്നത്. ട്രോജൻസ് ക്യാൻ ബി എംപ്ലോയ്ഡ് ബൈ സൈബർ തീവ്സ് ഓർ ഹാക്കേഴ്സ് trying to gain access to usage system. Users are typically tricked by some form of social engineering into loading and execution of trojans in their system. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണെന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ യു ക്യാൻ സേ നമുക്ക് വന്നിരിക്കുന്ന ഒരു നോർമൽ മെസ്സേജ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, ട്രോജൻ ആയിരിക്കും. മെസ്സേജ് ആണെന്ന് വിചാരിച്ചാണ് ഓപ്പൺ ചെയ്യുന്നത്, മെസ്സേജ് ആയിരിക്കണമെന്നില്ല, ട്രോജൻ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിച്ചാണ്, സോഫ്റ്റ്വെയർ ആയിരിക്കില്ല, ട്രോജൻ ആയിരിക്കും. അങ്ങനെ നമ്മൾ സാധാരണഗതിയിലുള്ള ഇൻട്രാക്ഷനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ട്രോജൻ്റെ വേയിൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ അറ്റാക്ക് ചെയ്യാം. ഇതാണ് ട്രോജൻ ഹോഴ്സ്. ഓക്കെ, സോ 3 ബേസിക് തിങ്സ് നമ്മൾ പറഞ്ഞു. കമ്പ്യൂട്ടർ വൈറസ് എന്താണെന്ന് പറഞ്ഞു, ദെൻ കമ്പ്യൂട്ടർ വോം പറഞ്ഞു, ട്രോജൻ ഹോഴ്സും നോർമൽ വൈറസും തമ്മിലുള്ള വ്യത്യാസവും പറഞ്ഞു. ഓക്കെ, എനി ഡൗട്ട്സ്? Okay, nothing, right? So let's move on. Next is logic bomb. ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന എന്നൊരു മാൽവെയർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതൊരു മലീഷ്യസ് ഫംഗ്ഷൻ പക്ഷേ പെർഫോം ചെയ്യും. അങ്ങനെയുള്ള കോഡിനെയാണ് ലോജിക് ബോംബ് എന്ന് പറയുന്നത്. ഒരു ക്യാൻ സേ അങ്ങനെയുള്ളൊരു പ്രോഗ്രാമാണ് ലോജിക് ബോംബ്. എ ലോജിക് ബോംബ് ഈസ് എ പീസ് ഓഫ് കോഡ് ദാറ്റ് ഈസ് ഇന്റൻഷനലി ഇൻസെർട്ടഡ് ഇൻ ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് വിൽ സെറ്റ് ഓഫ് എ മലീഷ്യസ് ഫംഗ്ഷൻ വെൻ സ്പെസിഫൈഡ് കണ്ടീഷൻസ് ആർ മെറ്റ്. അതായത് ഇൻ കേസ് നമ്മളിപ്പോൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ലൈക്ക് ശിവാജി, പഴയൊരു സിനിമ, രജനീകാന്തിൻ്റെ ശിവാജി മൂവി. ആ ഒരു മൂവിയിൽ ആക്ച്വലി കാണിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ, അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് പോലീസ് പിടിച്ചതിന് ശേഷം അത് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2 പ്രാവശ്യം കോഡ് എറർ വന്നു, ഓട്ടോമാറ്റിക്കലി അതിനകത്തുള്ള ഡേറ്റ മൊത്തം ഡിലീറ്റ് ആയി പോകുന്നു. അവിടെ സംഭവിച്ചിരിക്കുന്നത് ലോജിക് ബോംബാണ്. സോ ലോജിക് ബോംബിൻ്റെ പർപ്പസ് ഇതാണ്. നമ്മൾ ഇൻറ്റൻഷനലി, അതായത് കമ്പ്യൂട്ടറിൻ്റെ യൂസറായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സീക്രട്ട് കോഡാണ് നോർമലി ലോജിക് ബോംബ്. ഈ കോഡ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മലീഷ്യസ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഡേറ്റയും ഡിലീറ്റ് ആയി പോകണം. അതിനു വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കോഡുകളെയാണ് ലോജിക് ബോംബ് എന്ന് പറയുന്നത്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചില പ്രോഗ്രാമേഴ്സ് ചെയ്യുന്ന ചില പരിപാടികളുണ്ട്. ഇൻ കേസ് അവരെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ലോജിക് ബോംബ് സെറ്റാക്കി വയ്ക്കും. സോ ദാറ്റ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കോഡുകളും എല്ലാ ആക്ടിവിറ്റീസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകണം. അത്തരത്തിലുള്ള അറ്റാക്കേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്തരം ലോജിക് ബോംബ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ സം പ്രോഗ്രാമേഴ്സ് മേ ഹൈഡ് എ പീസ് ഓഫ് കോഡ് ദാറ്റ് സ്റ്റാർട്ട്സ് ഡിലീറ്റിംഗ് ഫയൽസ്. ഓക്കെ, ലൈക്ക് ഷുഡ് ദേ എവർ ബി ടെർമിനേറ്റഡ് ഫ്രം ദി കമ്പനിയിൽ നിന്ന് പുറത്താക്കി എന്നറിയുന്ന ആ സാഹചര്യം തൊട്ട് തന്നെ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ഫയൽസ് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. അത്തരം കോഡുകളൊക്കെ ലോജിക് ബോംബിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ലോജിക് ബോംബിനെ പറ്റി പറഞ്ഞു. ഇനി ഇതുവരെ കമ്പ്യൂട്ടർ വൈറസ്, കമ്പ്യൂട്ടർ വോം, ട്രോജൻ ഹോഴ്സ്, ലോജിക് ബോംബ്. അടുത്തത് സ്പൈവെയർ ആണ്. സ്പൈവെയർ ഇസ് എ അൺവാണ്ടഡ് സോഫ്റ്റ്വെയർ ദാറ്റ് ഇൻഫിൽട്രേറ്റ് യുവർ കമ്പ്യൂട്ടർ ഡിവൈസ്, stealing your internet storage data, sensitive information, etc. Spyware classified as a type of malware, malicious software designed to gain access to or damage your computer without even your knowledge. അതായത് നമ്മൾ അറിയാതെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡേറ്റ ചോർത്തിയെടുക്കാൻ വേണ്ടി ഒരു സ്പൈ ചെയ്യുന്നത് എങ്ങനെയാണോ, മറ്റു രാജ്യങ്ങളിൽ ചെന്ന് അവരുടെ സെൻസിറ്റീവായുള്ള ഇൻഫർമേഷൻ ചോർത്തിക്കൊണ്ട് തിരിച്ചു വരുന്നു, അതേ കാര്യം തന്നെയാണ് സ്പൈവെയർ ചെയ്യുന്നത്. നമ്മളുടെ കമ്പ്യൂട്ടറിൽ കയറുന്നു, നമ്മൾ അറിയുന്നു പോലുമില്ല, നമ്മളുടെ കയ്യിൽ നിന്നുമുള്ള ഡേറ്റ ലൈക്ക് ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷനോ മറ്റ് സെൻസിറ്റീവ് ഇൻഫർമേഷനോ ഒക്കെ ചോർത്തിയെടുത്തിട്ട് അത് തിരിച്ചു പോകും. അത്തരം സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ സ്പൈവെയർ എന്ന് പറയുന്നത്. പർപ്പസ് ഒരു സ്പൈ ചെയ്യുന്ന അതേ പർപ്പസ് ആയിരിക്കും സ്പൈവെയറും ചെയ്യുന്നത്. ഓക്കെ, ദെൻ റാൻസംവെയർ. റാൻസം അറിയാമല്ലോ അല്ലേ, തടവിൽ വെച്ചുകൊണ്ട് റാൻസം ചോദിക്കുന്ന അതേ പരിപാടിയാണ്. ചില സോഫ്റ്റ്വെയർസിനും ആ പരിപാടിയുണ്ട്. അതിനെയാണ് നമ്മൾ റാൻസംവെയർ എന്ന് പറയുന്നത്. റാൻസംവെയർ ഇസ് എ മലീഷ്യസ് സോഫ്റ്റ്വെയർ ദാറ്റ് ഇൻഫെക്ട്സ് യുവർ കമ്പ്യൂട്ടർ ആൻഡ് ഡിസ്പ്ലേസ് മെസ്സേജസ് ഡിമാൻഡിങ് എ ഫീ ടു ബി പെയ്ഡ് in order for your systems to work again.
ലൈക്ക് നിങ്ങൾ വാനാക്രൈയെ പറ്റി കേട്ടിട്ടുണ്ടോ? വാനാക്രൈ. ഓക്കെ, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തേക്കണേ വാനാക്രൈയെ പറ്റി. വാനാക്രൈ അറ്റാക്ക് യൂറോപ്പിൽ സംഭവിച്ചിരുന്നു. അതായത് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സിനെ ലോക്ക് ചെയ്യും. നെറ്റ്വർക്ക് വഴി നെറ്റ്വർക്ക് ഫെയിലിയേഴ്സ് നോക്കിയിട്ട് ഈ സോഫ്റ്റ്വെയർസിനെ കയറ്റി വിട്ടിട്ട് കമ്പ്യൂട്ടർ പിന്നെ വർക്ക് ചെയ്യില്ല, കമ്പ്യൂട്ടർ സ്റ്റക്കായിട്ട് തന്നെ നിൽക്കും. ആൻഡ് ദർ വിൽ ബി എ ഡിമാൻഡ് നോട്ട്. അവർക്ക് ഇത്ര രൂപ കൊടുക്കണം, ഇത്ര രൂപ കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ കമ്പ്യൂട്ടർ ഓപ്പൺ ആകൂ എന്നുള്ളൊരു ഡിമാൻഡ് നോട്ടും വരും. അതായത് സാധാരണ ആളുകൾ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ട് കാശ് വേണമെന്ന് പറയുന്ന അതേ പരിപാടി തന്നെ കമ്പ്യൂട്ടേഴ്സിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ചെയ്യും. ഇതിനെയാണ് റാൻസം വെയർ അറ്റാക്ക് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു റാൻസം വെയർ അറ്റാക്ക് ആയിരുന്നു വാനാക്രൈ. ഇത്തരത്തിലുള്ള റാൻസം വെയർ അറ്റാക്ക്, ഇത്തരം റാൻസം വേണം എന്ന് ചോദിച്ചുകൊണ്ട് കമ്പ്യൂട്ടേഴ്സിനെ, യൂറോപ്പ് മൊത്തം വലിയ ഇഷ്യൂ ആയതാണ് വാനാക്രൈ. സോ കമ്പ്യൂട്ടേഴ്സിനെ ലോക്ക് ചെയ്യുകയും കമ്പ്യൂട്ടർ ഡേറ്റ ചോർത്തിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വാനാക്രൈ ഇത്തരത്തിലുള്ള റാൻസം വെയർസ് ഉപയോഗിച്ചുകൊണ്ട് പോസിബിൾ ആണ്. ഇതൊരു ക്രിമിനൽ മണി മേക്കിംഗ് സ്കീമാണ് ദാറ്റ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ടു ഡിസ്ക്രിപ്റ്റീവ് ലിങ്ക്സ്, ഇമെയിൽ മെസ്സേജസ്, ഇൻസ്റ്റന്റ് മെസ്സേജ് ഓർ വെബ്സൈറ്റ്. ചില മെസ്സേജുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റാൻഡമായിട്ട് വരുന്നൊരു പ്ലെയിൻ മെസ്സേജ് ആയിരിക്കും, നമ്മൾ അറിയാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പ്യൂട്ടറിനെ അറ്റാക്ക് ചെയ്യും. അത്തരം സോഫ്റ്റ്വെയർസ് ആണ് റാൻസം വെയർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ. ഇതോടൊപ്പം ഒരു അഡീഷണൽ തിങ് കൂടി പറയുന്നു, ബഗ്. ബഗ് ആക്ച്വലി ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്ന് പറയാൻ സാധിക്കില്ല. എന്നാലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ബഗ് ക്രിയേറ്റ് ചെയ്യും. ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എ ലോജിക് എറർ ഈസ് കോൾഡ് എ ബഗ്. അതായത് ലോജിക് എറർ എന്ന് പറയുമ്പോൾ നമ്മളുടെ സോഫ്റ്റ്വെയർ നോർമലി വർക്ക് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ നോർമലി വർക്ക് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല, എന്നാൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ്, ഈ സാഹചര്യങ്ങളിലാണ് ബഗ് കയറിയിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ബഗ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. സോ ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാം എ ലോജിക് എറർ ഈസ് എ ബഗ് ഇൻ എ പ്രോഗ്രാം ദാറ്റ് കോസസ് ഇറ്റ് ടു ഓപ്പറേറ്റ് ഇൻകറക്റ്റ്ലി. യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യേണ്ട രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല, വർക്കിങ്ങിൽ എന്തോ ഒരു പോരായ്മയുണ്ട്. ഓർ മേ ടെർമിനേറ്റ് അബ്നോർമലി, ഇടയ്ക്കിടയ്ക്ക് ക്രാഷ് വരുന്നു, പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ക്രാഷായി പോകുന്നു. ഇതൊക്കെ ബഗ് കാരണമാണ് ഉണ്ടാകുന്നത്. അൺലൈക്ക് എ പ്രോഗ്രാം വിത്ത് സിൻടാക്സ് എറർ, എ പ്രോഗ്രാം വിത്ത് എ ലോജിക് എറർ ഇസ് എ വാലിഡ് പ്രോഗ്രാം ഇൻ ലാംഗ്വേജ് ദോ ഇറ്റ് ഡസ് നോട്ട് ബിഹേവ് ആസ് ഇൻറ്റൻഡഡ്. അതായത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആക്ച്വലി ബഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നത് നമ്മുടെ ആ കോഡിനകത്ത് എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. പ്രോപ്പർ കോഡിങ്ങിനകത്ത് എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ബഗ്ഗാണ്. അതായത് നോർമലി വർക്ക് ചെയ്യുന്ന രീതിയിൽ നിന്നും എന്തെങ്കിലും ചെറിയ എറർ കാരണം നോർമലി വർക്ക് ചെയ്യുന്നില്ല, കോഡിൽ വന്നിരിക്കുന്ന എറർ, അതിനെയാണ് നമ്മൾ ബഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് മലീഷ്യസ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഫിഷിംഗ്, മാൽവെയർ, കമ്പ്യൂട്ടർ വൈറസ്, കമ്പ്യൂട്ടർ വോം, ട്രോജൻ ഹോഴ്സ്, ലോജിക് ബോംബ്, സ്പൈവെയർ, റാൻസം വെയർ, ബഗ്. എനി ഡൗട്ട്സ്? ഏതെങ്കിലും ക്ലിയർ ആയിട്ടെങ്കിൽ പറയൂ. എന്തോ കേട്ടില്ല. ബഗ് ക്ലിയർ ആയില്ലേ? ബഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം കോഡുകൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ, സോഫ്റ്റ്വെയറിന് വേണ്ടി കോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ കോഡിനകത്ത് എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ, മീൻസ് ആ കോഡിനകത്ത്, കോഡെന്ന് പറയുന്നത് ലാംഗ്വേജ് തന്നെയാണല്ലോ, ആ ലാംഗ്വേജിനകത്ത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം വർക്ക് ചെയ്യേണ്ട രീതിയിൽ വർക്ക് ചെയ്യില്ല. സോ നോർമലി വർക്ക് ചെയ്യേണ്ട രീതിയിൽ വർക്ക് ചെയ്യില്ല, അതിനെയാണ് ബഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട്സ്? ഇല്ല. Okay, let's see some questions. Dash denotes an error in a computer program. ഇപ്പോൾ നമ്മൾ പറഞ്ഞേ ഉള്ളൂ ബഗ്, എറർ. ഓക്കെ, എറർ സംഭവിച്ചാൽ അത് ബഗ്ഗാണ്, ബാക്കിയുള്ള എല്ലാം അറ്റാക്കാണ്, മാൽവെയർ ആണ്. സോ എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോഗ്രാമിൽ വരുന്ന എററിനെ നമ്മൾ ബഗ് എന്ന് പറയും. ദെൻ which of the following is a type of malware intentionally inserted into a software system that will set off a malicious function when specified conditions are met? എന്താണ് ഡിലേ? പെട്ടെന്ന് പറയൂ. Intentionally inserted.
malicious function when specified conditions are met. Logic bomb. Logic bomb. Because ഇത് നമ്മളായിട്ട് തന്നെ യൂസറായിട്ട് ഇൻറ്റൻഷനലി കൊടുക്കുന്നതാണ്, ഇൻറ്റൻഷനലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇഫ് ദർ ഇസ് എ സ്പെസിഫൈഡ് കണ്ടീഷൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മലീഷ്യസ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുക, ഡിലീറ്റ് ചെയ്യല്ല. ഓക്കെ, അതാണ് ലോജിക് ബോംബ്. സ്പൈവെയർ, വോം, ട്രോജൻ, ഇതൊക്കെ എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. Then let me give you one more question. With respect to computers, which one of the following best describes phishing? Kando, phishing ആയി ബന്ധപ്പെട്ട question. A malicious program installed on a system that stays concealed to avoid detection. ഒളിച്ചിരിക്കുന്നു, കൺസീൽഡ് ആയിട്ട് ഒളിച്ചിരിക്കുന്ന പ്രോഗ്രാംസിനെ നമ്മൾ സ്പൈവെയർ എന്ന് പറയും. നോർമലി സ്പൈവെയർ ആണ് ആ രീതിയിൽ വരുന്നത്. A method of bypassing normal authentication procedures over a connection to a network is called. അതിനെന്താ പറയുന്നത്? നോർമൽ ഓതന്റിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് മറ്റൊരു നെറ്റ്വർക്കിൽ കയറുന്നത്, ഇതിനൊരു പേര് പറയും. ദാറ്റ് ഐ വിൽ ടെൽ യു ലേറ്റർ, കേട്ടോ. ദെൻ എ ടൈപ്പ് ഓഫ് അൺസോളിസിറ്റഡ് ബൾക്ക് ഇമെയിൽ ഓഫ് ഐഡന്റിക്കൽ മെസ്സേജസ് സെൻഡ് ടു ന്യൂമറസ് റെസിപ്പിയൻസ്. ഇറ്റ് ഈസ് കോൾഡ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? അല്ല, ഞാൻ ചോദിച്ചത് തേർഡ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ മീനിങ് എന്താണ്, അത്തരം മെസ്സേജുകൾ എന്താണ് നമ്മൾ പറയുന്നതെന്നാണ് ചോദിച്ചത്. എ ടൈപ്പ് ഓഫ് അൺസോളിസിറ്റഡ് ബൾക്ക് ഇമെയിൽ ഓഫ് ഐഡന്റിക്കൽ മെസ്സേജസ്. ഒരേപോലുള്ള മെസ്സേജുകൾ ഒരുപാട് പേർക്ക് അയക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? ലൈക്ക് അഡ്വർടൈസ്മെന്റ് ബൾക്ക് ഇമെയിൽ ഒക്കെ നമുക്ക് വരാറില്ലേ, അങ്ങനെ അയക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? ഇമെയിലിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ബോക്സ് ഉണ്ട് ആ പേരിൽ തന്നെ. Exactly, spamming. Okay, ഇതാണ് spam. Then last, an attempt to acquire sensitive information for malicious reasons by masquerading as a trustworthy entity. ഒരു ട്രസ്റ്റ്വർത്തി എൻറ്റിറ്റി ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഇൻഫർമേഷൻ ചോർത്തിയെടുക്കാനുള്ള ശ്രമം, അതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. Okay, that is called phishing. മറ്റൊരു ക്വസ്റ്റ്യൻ. A or an dash is a computer program that spreads by inserting copies of itself into other executable codes or documents. Computer virus. ഇവിടെ ഓപ്ഷൻസിനകത്ത് കമ്പ്യൂട്ടർ വോം ഇല്ല, സോ കമ്പ്യൂട്ടർ വൈറസ് ഇസ് ദി റൈറ്റ് ആൻസർ. സോ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ പ്രോഗ്രാം വിത്ത് ദി ഫോളോയിങ് ഫീച്ചേഴ്സ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയണമെങ്കിൽ താഴെ പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാകണം. ഫസ്റ്റ് തിങ്, ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ പ്രോഗ്രാം ദാറ്റ് ആക്ട്സ് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ സോഫ്റ്റ്വെയർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും സോഫ്റ്റ്വെയറും തമ്മിൽ കണക്ട് ചെയ്യുന്ന, സോ അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ആൻ ഇന്റഗ്രൽ സെറ്റ് ഓഫ് സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാംസ് യൂസ് ടു മാനേജ് ഓവറോൾ റിസോഴ്സസ് ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാംസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. സോ ഇറ്റ് ഈസ് ദി സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് ആൻഡ് മോണിറ്റേഴ്സ് ദി എക്സിക്യൂഷൻ ഓഫ് ഓൾ അതർ പ്രോഗ്രാംസ് ദാറ്റ് റിസൈഡ് ഇൻ ദി കമ്പ്യൂട്ടർ, including application programs and other system software. System software എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമല്ല. സോ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും മറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സിനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതോടൊപ്പം ഒരു ടേം കൂടി, ഫയർവാൾ. എന്താണ് ഫയർവാൾ? ലെറ്റ് മി ടെൽ യു. A firewall is a system designed to prevent unauthorized access to or from a private network. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ കമ്പ്യൂട്ടർ വോംസിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ സിസ്റ്റം ഫെയിലിയർ ഉണ്ടാകുമ്പോൾ, സെക്യൂരിറ്റി ഫെയിലിയർ ഉണ്ടാകുമ്പോഴാണ് മറ്റ് കമ്പ്യൂട്ടേഴ്സിലേക്ക് കയറുന്നതെന്ന്. ഇത്തരത്തിലുള്ള ആ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഫയർവാളാണ്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് മറ്റ് അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നുള്ള എൻട്രി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മതിൽ പോലെയാണ് ഫയർവാൾ ആക്ട് ചെയ്യുന്നത്. സോ യു ക്യാൻ ഇംപ്ലിമെന്റ് എ ഫയർവാൾ ഇൻ എയ്തർ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ഫോം. ഫയർവാൾ ഹാർഡ്വെയർ ആകാം, സോഫ്റ്റ്വെയർ ആകാം, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടും ഒരു പ്രൊട്ടക്റ്റീവ് വാൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനെയാണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഫയർവാൾ പ്രിവെന്റ്സ് അൺഓതറൈസ്ഡ് ഇന്റർനെറ്റ് യൂസേഴ്സ് ഫ്രം ആക്സസിങ് പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് കണക്റ്റഡ് ടു ദി ഇന്റർനെറ്റ്, എസ്പെഷ്യലി ഇൻട്രാനെറ്റ്. അതായത് അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന
ഇന്റർനെറ്റ് യൂസേഴ്സിന് തടയുക. ഇതാണ് ഫയർവാൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. നോർമലി ഇൻട്രാനെറ്റ്സ് ഒക്കെ വരുമ്പോൾ, ഇൻട്രാനെറ്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിക്കകത്ത് വരുന്ന നെറ്റ്വർക്ക്, അത് ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ആ കമ്പനിയിലേക്ക് കയറാൻ വേണ്ടി ചില അറ്റാക്കേഴ്സ്, സൈബർ അറ്റാക്കേഴ്സ് ഒക്കെ ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ ആ കമ്പനിക്ക് അകത്തുള്ള നെറ്റ്വർക്കിനെ ഈ പുറത്തുനിന്നുള്ളവർ കയറാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ ഫയർവാളാണ്. അതൊരു പ്രൊട്ടക്റ്റീവ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ കോമ്പിനേഷനാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എക്സ്റ്റേണൽ അറ്റാക്കേഴ്സിനെ തടയാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, സോ ഫയർവാൾ എന്താണെന്ന് പറഞ്ഞു. നൗ അനദർ ടേം വെബ് ബ്രൗസർ. സോ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഈസ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഫോർ ആക്സസിങ് ഇൻഫർമേഷൻ ഓൺ ദി വേൾഡ് വൈഡ് വെബ്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് വെബ് ബ്രൗസർ. ഈ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്റർനെറ്റ്, വേൾഡ് വൈഡ് വെബിലുള്ള ഇൻഫർമേഷൻ, വെബ് പേജുകൾ നമ്മളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഓക്കെ, ലൈക്ക് എക്സാമ്പിൾസ് പറയാം. വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിളാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, സഫാരി, ഒപ്പേറ പോലുള്ള എല്ലാം ഇന്റർനെറ്റ് വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിളാണ്. ദെൻ വെബ് ബ്രൗസർ നോക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കൺസെപ്റ്റ് സെർച്ച് എഞ്ചിനാണ്. വെബ് ബ്രൗസർ നമ്മൾ പറഞ്ഞു നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. ഓക്കെ, ഇതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വെബ് പേജുകൾ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നു. ഇതാണ് ആക്ച്വലി വെബ് ബ്രൗസർ ചെയ്യുന്നത്. എന്നാൽ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വെബ് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതായത് വെബ് പേജുകളിലെ ഡേറ്റ എന്തൊക്കെയുണ്ടെന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് സെർച്ച് എഞ്ചിനാണ്. സോ ഇറ്റ്സ് എ പ്രോഗ്രാം ദാറ്റ് സെർച്ചസ് ഫോർ, നമ്മൾ അടിക്കുന്ന കീവേഡ് വെച്ചിട്ട് വെബ് പേജുകളിൽ ആ കീവേഡ് ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഏതൊക്കെ ലിസ്റ്റിലാണ്, ഏതൊക്കെ വെബ് പേജിലാണ് ആ കീവേഡ് ഉള്ളത് എന്ന് നമ്മുടെ മുമ്പിൽ ഒരു ലിസ്റ്റായിട്ട് അവതരിപ്പിക്കുന്നത് സെർച്ച് എഞ്ചിനാണ്. ഓക്കെ, എ പ്രോഗ്രാം ദാറ്റ് സെർച്ചസ് ഫോർ ആൻഡ് ഐഡന്റിഫൈസ് ഐറ്റം ഇൻ ദി ഡേറ്റാബേസ് that corresponds to keyword or characters specified by the user, used especially for finding particular sites on World Wide Web. വേൾഡ് വൈഡ് വെബിൽ നമ്മളിപ്പോൾ UGC NET കോച്ചിങ് എന്ന് സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വെബ് ബ്രൗസർ എടുക്കുന്നു. വെബ് ബ്രൗസർ എടുത്തു കഴിഞ്ഞതിന് ശേഷം, വെബ് ബ്രൗസർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മളുടെ വെബ് പേജുകൾ നമ്മുടെ മുമ്പിൽ എത്തിക്കാൻ മാത്രമാണ് വെബ് ബ്രൗസർ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്യുന്നു. സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾ ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്, അല്ലെങ്കിൽ ബിങ്, യാഹു പോലുള്ള സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു കീവേഡ് സെർച്ച് ചെയ്യുന്നു. ലൈക്ക് UGC NET കോച്ചിങ്, UGC NET എക്സാമിനേഷൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഈ പറയുന്ന കീവേഡ് ഉള്ള എല്ലാ വെബ് പേജുകളും നമ്മുടെ മുമ്പിൽ ലിസ്റ്റായിട്ട് കാണിക്കും. അങ്ങനെ ലിസ്റ്റായിട്ട് നമ്മുടെ മുമ്പിൽ കാണിക്കാൻ സഹായിക്കുന്ന ഇന്റർനെറ്റ് പ്രോഗ്രാമാണ് സെർച്ച് എഞ്ചിൻ, വിച്ച് ഈസ് നോട്ട് ഇൻസ്റ്റാൾഡ് ഇൻ അവർ കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തതായിട്ടുമല്ല, ഇന്റർനെറ്റ് വഴി നമ്മളുടെ മുമ്പിൽ എത്തിക്കുന്ന പ്രോഗ്രാമാണ് സെർച്ച് എഞ്ചിൻ. വേറാസ് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സോ ദാറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. വളരെ സിമ്പിളാണ്, പക്ഷേ UGCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. ഐ തിങ്ക് ഏതാണ്ട് 4 or 5 ടൈംസ് നമ്മളോട് സെർച്ച് എഞ്ചിനും വെബ് ബ്രൗസറും തമ്മിലുള്ള ഡിഫറൻസസ് ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സെർച്ച് എഞ്ചിൻ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. സോ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾ പറയാവുന്നത് ഗൂഗിൾ, ബിങ്, ക്യാൻ സി ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ഗൂഗിൾ, ദെൻ ബിങ്, യാഹു, ബെയ്തു, AOL, Ask.com, Excite, DuckDuckGo തുടങ്ങിയിട്ട് ഒരുപാട് സെർച്ച് എഞ്ചിൻസ് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ വൺ ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് ആണ്. ICT ഏരിയയിൽ നിന്ന് ഒരുപാട് മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോഫ്റ്റ്വെയർ ആൻഡ് ഡിസ്ക്രിപ്ഷൻ, വെബ് ബ്രൗസർ, വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, വെബ് ഓതറിംഗ്. കൺസെപ്റ്റ് നിങ്ങൾ നോക്കുക, ദെൻ മാച്ച് ചെയ്യാമോ നോക്കി. ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ആണോ എല്ലാവരും കിട്ടിയത്? ഓക്കെ, ഫസ്റ്റ് വെബ് ബ്രൗസർ ആണ്. വെബ് ബ്രൗസർ ഏതാണ് മാച്ച് ആവുന്നത്? റിട്ടേൺ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വെബ് ബ്രൗസർ ഉപയോഗിക്കില്ല. ക്രിയേറ്റ് വെബ് ഓർ എഡിറ്റ് വെബ് പേജ്, എഡിറ്റിംഗ് വെബ് ബ്രൗസർ കൊണ്ട് സാധിക്കില്ല.
കണക്ട് വെബ്സൈറ്റ്സ് ആൻഡ് ഡിസ്പ്ലേ വെബ് പേജസ്, റൈറ്റ്? ഡിസ്പ്ലേ ചെയ്യുക, വെബ്സൈറ്റുകൾ നമ്മുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് വെബ് ബ്രൗസറിന്റെ പർപ്പസ്. സോ 1.3 ദെൻ വേർഡ് പ്രോസസ്സർ പ്രിപ്പയർ റിട്ടേൺ ഡോക്യുമെന്റ്സ്. വേർഡ് പ്രോസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, റിട്ടേൺ ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. സ്പ്രെഡ്ഷീറ്റിന്റെ പർപ്പസ് തന്നെ ന്യൂമറിക്കൽ ഡേറ്റയാണ്. ഓക്കെ, അതായത് എക്സൽ പോലുള്ള സ്പ്രെഡ്ഷീറ്റ് ഫയൽസ് എന്ന് പറഞ്ഞാൽ ഉടനെ ഷീറ്റാണിത്. സ്പ്രെഡ്ഷീറ്റ് ഫയൽസ് എന്ന് പറഞ്ഞാൽ ഉടനെ ഓർക്കുക അനാലിസിസ് ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. ആൻഡ് ഫൈനലി വെബ് ഓതറിങ്, അതാണ് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. സോ ക്രിയേറ്റ് ഓർ എഡിറ്റ് വെബ് പേജസ്, അതാണ് വെബ് ഓതറിങ്. ഓക്കെ, സോ യുവർ ആൻസർ ഇസ് റൈറ്റ് ആണല്ലോ. ഓക്കെ, സോ സെക്കൻഡ് വൺ ആണ് റൈറ്റ് ആൻസർ. കൺസെപ്റ്റുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വെബ് സ്പ്രെഡ്ഷീറ്റിംഗ്, വെബ് ഓതറിംഗ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്തൊക്കെയാണ് വെബ് ഓതറിംഗിൽ വരുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് പറയാവുന്നത് ഡ്രീം വേവർ സോഫ്റ്റ്വെയർ ഉണ്ട്, അതേപോലെ മൈക്രോസോഫ്റ്റിന്റെ ഫ്രണ്ട് പേജ് സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതെല്ലാം വെബ് ഓതറിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ വെബ് ബ്രൗസർ? വെബ് ബ്രൗസറിന് എക്സാമ്പിൾ അല്ലാത്തതാണ് വെബ് ബ്രൗസർ. ഓക്കെ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ഇത് 3 വെബ് ബ്രൗസറാണ്. യാഹു എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വളരെ ഈസിയാണ് ചോദ്യങ്ങൾ, എന്നാലും വരാറുണ്ട്. ലൈക്ക് ദിസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ? നേരെ തിരിച്ച്, സെർച്ച് എഞ്ചിൻ അല്ലാത്ത ഏതാണ്? ആസ്ക് ആണോ? എവിടെ? ഒന്നുകൂടെ നോക്കിയേ. വെബ് ബ്രൗസർ പറഞ്ഞപ്പോൾ ഉള്ള എക്സാമ്പിൾസ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല അല്ലേ? യു സി സഫാരി, റൈറ്റ്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, സഫാരി, ഒപ്പറേറ. ആപ്പിളിന്റെ ബ്രൗസറാണ് സഫാരി. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചോദിച്ചിരുന്നത് എന്താ? നോട്ട് എ സെർച്ച് എഞ്ചിൻ. സഫാരി എന്ന് പറയുന്നത് വെബ് ബ്രൗസറാണ്, ബാക്കിയുള്ളതെല്ലാം സെർച്ച് എഞ്ചിൻസ് ആണ്. ബിക്കോസ് സെർച്ച് എഞ്ചിനിൽ നമ്മൾ എക്സാമ്പിൾ കണ്ടോ? സി ask.com is there, then Yahoo is there, Bing is there. അതെല്ലാം സെർച്ച് എഞ്ചിനാണ്. സഫാരി മാത്രമാണ് വെബ് ബ്രൗസർ ആയിട്ടുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ, ലിനക്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അസംബ്ലി ലാംഗ്വേജ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അസംബ്ലി ലാംഗ്വേജ് അല്ല, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. ഒരു ചെറിയ കൺസെപ്റ്റ് കൂടി പറയുന്നു, വിസിവിങ്. വിസിവിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു ഷോർട്ട് ഫോം ആണ്. വിസിവിങ് സ്റ്റാൻഡ് ചെയ്യുന്നത് വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. ഇതാണ് വിസിവിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. ലൈക്ക് നമ്മൾ ചില ഇന്റർനെറ്റ് ബേസ് ചെയ്തിരിക്കുന്ന ചില എഡിറ്റേഴ്സിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് റിസൾട്ട് എന്താണെന്ന് കാണിച്ചു തരും. കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ JPG-യിൽ നിന്നും വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ചില സോഫ്റ്റ്വെയർസ്, അല്ലെങ്കിൽ വേർഡിൽ നിന്നും PDF-ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ചില സോഫ്റ്റ്വെയർസ്, ഇതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്മൾ അതിനകത്തേക്ക് ചെന്നിട്ട് നമ്മുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് സൈഡിൽ കാണിക്കും, റിസൾട്ട് ഇങ്ങനെയായിരിക്കുമെന്ന്. അങ്ങനെ റിസൾട്ട് നമുക്ക് ആദ്യം കാണിച്ചതിന് ശേഷം നമുക്ക് ഓക്കെ ആണെങ്കിൽ പ്രോസസ്സ് കൊടുക്കാം. സോ പ്രോസസ്സ് കൊടുക്കുമ്പോൾ മാത്രമേ കൺവേർഷൻ. ഏതാ? അതിനങ്ങനെയാണോ? ഓക്കെ, എനിവേ നമ്മളുടെ പ്രോഗ്രാമിന്റെ റിസൾട്ട് നമ്മുടെ മുമ്പിൽ ആദ്യം കാണിച്ചു തരും ഇങ്ങനെയായിരിക്കുമെന്ന്. അത് വച്ചിട്ട് നമുക്ക് പ്രോസസ്സ് പിന്നീട് ചെയ്യാം. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് വിസിവിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ചില ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഓൺലൈനിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് കാണിച്ചു തരും, എന്നിട്ട് എഡിറ്റിംഗ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്ററൊക്കെ യൂസ് ചെയ്യുന്ന ചില ഫോട്ടോ എഡിറ്റേഴ്സൊക്കെ റിസൾട്ട് ആദ്യം കാണിച്ചു തരും, അതിനുശേഷമായിരിക്കും പ്രോസസ് നടത്തുന്നത്. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസാണ് വിസിവിങ്. ഓക്കെ, സോ ഈസ് ആൻ എഡിറ്റർ ദാറ്റ് ക്യാൻ ബി കോൺട്രാസ്റ്റഡ് വിത്ത് ദി മോർ ട്രഡീഷണൽ എഡിറ്റേഴ്സ്. ബിക്കോസ് പഴയ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് അത് അപ്ലോഡ് ചെയ്യുന്നു, റിസൾട്ട് ഫൈനലി മാത്രമേ കാണാൻ സാധിക്കൂ. എന്നാൽ വിസിവിങ് ആണെങ്കിൽ ഇവിടെ നമുക്ക് റിസൾട്ട് ആദ്യം കാണാം,
അതിനുശേഷമായിരിക്കും എഡിറ്റിംഗ് നടത്തുന്നത്. സോ ഇത് ഞാൻ പറയാൻ കാരണം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ. ഇൻ ഇന്റർനെറ്റ് ടെർമിനോളജി വാട്ട് ഡസ് ദി അക്രോണിം വിസിവിംഗ് സ്റ്റാൻഡ്സ് ഫോർ? കേട്ടോ, വിസിവിങ്ങിന്റെ ഫുൾ ഫോം മാത്രം ചോദിച്ചിട്ടുണ്ട്. വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. അതും കൺഫ്യൂസിംഗ് ആണ്. വൈ യു സോ, വാട്ട് യു സോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. സോ വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. അതാണ് റൈറ്റ് ആൻസർ. സെക്കൻഡ് വൺ റൈറ്റ്? സെക്കൻഡ് വൺ അല്ലേ? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മളുടെ മൂന്നാമത്തെ ലെക്ചർ അതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. സോ ICT ഡിസ്കഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ICTയുടെ ഇന്റർനെറ്റ് ടെർമിനോളജീസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. മീൻസ് സോഫ്റ്റ്വെയർ ബേസ് ചെയ്തിട്ടുള്ള ടെർമിനോളജീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനെറ്റ് ടെർമിനോളജീസ് ആയിരിക്കും. അതോടൊപ്പം ജിമെയിൽ, മെയിൽ ടെർമിനോളജീസ്, പ്രോട്ടോകോൾസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ലെക്ചറിൽ വെനസ്ഡേ ഡിസ്കസ് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ.